താമരശ്ശേരി ചുരത്തിൽ മഹാരാഷ്ട്ര സ്വദേശിയുടെ കാർ തടഞ്ഞ് 68 ലക്ഷം രൂപ കവർന്ന കേസിൽ 2 പേർ കൂടി പിടിയിലായി. താമരശ്ശേരി സ്വദേശികൾ സുബീഷ്, കണ്ണൂർ സ്വദേശി അജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. ഷഹദ് റഹ്മാൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷഹദ്, വിവരങ്ങൾ. എസ്കെൻ, ഈ കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. താമരശ്ശേരി 9-ാം വളവിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുകയും പിന്നീട് 68 ലക്ഷം രൂപ കവരുകയും ചെയ്തിട്ടുള്ളത്. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ബിഷാൽ ദശത് മഡ്ഗരി എന്നാണ്. ക്ഷമിക്കണം, ഉത്തർപ്രദേശ് അല്ല, മഹാരാഷ്ട്ര സ്വദേശിയാണ്. ദശത് മഡ്ഗരി എന്നാണ് ഇദ്ദേഹം. ഈ പഴയ സ്വർണ്ണങ്ങൾ എടുത്ത് വിൽപ്പന നടത്തുന്ന ആളാണ്. ഇത്തരത്തിൽ ഇദ്ദേഹം ഈ കൊടുവള്ളിയിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് ആക്രമണം ഉണ്ടാവുകയും 68 ലക്ഷത്തോളം രൂപ ഇദ്ദേഹത്തിൽ നിന്ന് കവരുകയും ചെയ്യുന്നത്. ഈ സംഭവത്തിന് ശേഷം 15-ാം തീയതിയാണ്, അതായത് 13-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 15-ാം തീയതിയാണ് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള പലതരത്തിലുള്ള കഥകളായിരുന്നു ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ ഈ കേസിൽ 2 പേരെ പിടികൂടി. ഇതിൽ ഇപ്പോൾ പുതുതായിട്ട് 2 പേരെ കൂടിയാണ് പിടികൂടുന്നത്. ഇനി ഈ കേസിൽ പിടികൂടാനുള്ളത് 6 പേരെയാണ് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് അറിയിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കുഴൽപ്പണം, അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങളാണ് ഈ ആക്രമണത്തിന് പിന്നിലും ഒപ്പം തന്നെ ഈ പണം തട്ടിയെടുക്കുന്നതിന് പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നൊരു കാര്യമാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയിരിക്കുന്നു. ഇനി 6 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്താനുണ്ട്. എസ്കെൻ. ഷഹദ് റഹ്മാൻ.